വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് ആദ്യത്തെ ഒരു Q&A സെക്ഷൻ നമ്മുടെ ഈ GHH വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ നടത്താൻ പോവാണ്. 2025 എന്തായാലും അവസാനിക്കാറായി, ഡിസംബർ ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊരു ഫസ്റ്റ് 2020 ആദ്യത്തെ Q&A സെക്ഷൻ തന്നെ നടത്തി കളയാം. നമ്മളൊരു ടെക് ആൻഡ് ഫിനാൻസ് ബേസ്ഡ് നമുക്ക് വരുന്ന കമൻസുകളുടെ ഒരു വെർബൽ ആയിട്ടുള്ള റിപ്ലൈ ആണ് നമ്മളിതിൽ തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ്, പക്ഷെ അതെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് കുറച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നങ്ങനെ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഈ സബ്ജക്റ്റുകൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലുണ്ട്, ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻറ്റിലേക്ക് പോവാം. നമ്മളിതിൽ ടെക്കിൻ്റെയും ഫിനാൻസിൻ്റെയും രണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്കിപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ IQ15 കുറിച്ച്. അപ്പോൾ കുറേ പേര് IQ15 വീഡിയോ ഇതിലല്ലേ നമ്മുടെ ഗുഡ് അപ്പൻസിയർ ചാനലിൽ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ IQ15 ആയിക്കോട്ടെ 72,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കാണുന്നത് വരുന്നത്. അപ്പോൾ ആ പ്രൈസിന് ഇത് വെറുത്താണോ എന്നുള്ള ഒരു സംഭവം കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്ത് IQ13,000 പറയുകയാണെങ്കിൽ 55,000 രൂപയായിരുന്നു സ്റ്റാർട്ടിങ്. അതും കാർഡ് ഓഫറൻസ് കഴിഞ്ഞിട്ട് 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ബെസ്റ്റ് ഒരു ബഡ്ജറ്റ് കില്ലർ എന്നൊക്കെ പറയാവുന്ന നമ്മുടെ വല്ല പണ്ട് OnePlus ഇറങ്ങിയ പോലത്തെ ഒരു സാധനമായിരുന്നു IQ13 ആ മോഡൽ. പക്ഷേ ആ സെയിം മോഡലിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊസസ്സർ മാറ്റി, എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പ്രൊസസ്സറിനും റാമിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രൈസ് കൂടിക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് 25,000 രൂപയ്ക്ക് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈക്കാണ്. എന്നുവെച്ചാൽ സാധാരണ ഒരു 50,000 രൂപയ്ക്ക് ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 72,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രൈസ് ഹൈക്ക് തന്നെയാണ്. IQൻ്റെ മാത്രമല്ല എല്ലാ മോഡലിലും കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ Xiaomi 17 ഇറങ്ങുമ്പോൾ അതിൻ്റെയും കൂടും, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫോണുകളെല്ലാം പ്രൈസ് എന്തായാലും മിക്കതും മിനിമം 70,000 രൂപയായിരിക്കും. അപ്പോൾ 70,000 രൂപയ്ക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെഗ്മെന്റിൽ വരുന്ന പ്രീമിയം ഫോൺസുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ പിക്സൽ, സാംസങ്, നമ്മുടെ ഐഫോൺ അതൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആരും അങ്ങനെ IQൻ്റെ മോഡലൊന്നും ഇത്ര പ്രൈസ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷവമിയുടെ മോഡലൊന്നും ഇത്ര പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പറയുമ്പോൾ ഇതിന് ഈ പറഞ്ഞ മോഡലിനായിട്ടൊക്കെ സ്പെക്സും സംഭവങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ചൈനീസ് ബ്രാൻഡുകൾക്കാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത്രയും ക്യാഷ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പ്രീമിയംനെസ് തോന്നണമല്ലോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ തോന്നണമല്ലോ, അല്ലെങ്കിൽ റീസെൽ വാല്യൂ തോന്നണമല്ലോ. അതിനാണ് ആൾക്കാർ ഇതിനെ എന്താ വെച്ചാൽ 60,000-65,000 രൂപയ്ക്ക് ഇറങ്ങിയിട്ട് പോലും നമ്മുടെ Xiaomi 15 എടുക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് Xiaomi 15 എടുക്കണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സാധനം ഫോൺ കിടിലൻ ഫോണായിരുന്നു. അതേപോലെ തന്നെ ഇതും Xiaomi 15 ഫോൺ കിടിലൻ തന്നെയാണ്. പക്ഷെ പ്രൈസ് ഭയങ്കരമായിട്ട് ഓവറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഫോൺ ഇത്രയും പ്രൈസിന്. ഫോൺ കുഴപ്പമായിട്ടല്ല, പക്ഷേ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. നിങ്ങൾക്ക് IQ13 കിട്ടുകയാണെങ്കിൽ അതൊരു കാര്യം നല്ലത്. പക്ഷേ IQ13 അവർ നിർത്തിയത് വേറെ കാര്യം. അപ്പോൾ ഇതായിരുന്നു ഒരു കമൻറ്റ് വന്നിട്ടാണ് അഭിനന്ദ് 507 എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചൊരു കമൻ്റ് ആയിരുന്നു. അതായത് ഈ പ്രൈസിന് iPhone 7 എടുക്കല്ലേ നല്ലത്, അല്ലെങ്കിൽ Samsung S25 എടുക്കല്ലേ നല്ലതെന്ന് വെച്ചിട്ടാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ നമ്മൾ പറഞ്ഞു കേട്ടോ. അടുത്ത് നമുക്ക് എന്തായാലും അടുത്ത കമൻസിലേക്ക് പോവാം. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റാണ് നമ്മൾ സെലക്റ്റഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കുറേ 2-3 പേര് ചോദിച്ചിട്ടുണ്ട് IQ13 എടുക്കണോ iPhone 15 എടുക്കണമെന്ന്. IQ13 ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ഒരു കമ്പനി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് പീസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അത് ഓഫ്ലൈൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓഫ്ലൈൻ എടുത്താൽ തന്നെ ചിലപ്പോൾ സർവീസ് ഇഷ്യൂ ഒക്കെ വാറണ്ടി ഇഷ്യൂ ഒക്കെ വരാം. പക്ഷേ ഇതിന് ഉത്തരം എന്ന് പറയുകയാണെങ്കിൽ IQ13 ആണ് ബെസ്റ്റ്. പക്ഷേ അത് കിട്ടാൻ പാടാണ്, അതാണ് കുഴപ്പം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം, അടുത്ത കമൻറ്റ് സെക്ഷനിലേക്ക് പോവാം. കുറേ പേര് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫിനാൻസിൻ്റെ ചോദ്യം എടുക്കാം. എന്നുവെച്ചാൽ കുറേ പേര് ഇപ്പോൾ 2 ആയില്ല നമ്മൾ എന്താ പറയുക ടെക്കിൻ്റെ ചോദ്യങ്ങൾ എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഫിനാൻസിൻ്റെ ചോദ്യം എടുക്കാം. അല്ലെങ്കിൽ ഒരു ഫിനാൻസ് എന്ന് പറയാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ അക്ഷത് TP4199 എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ HDFC Argoൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പ്രീമിയം കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി സർവീസും അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എല്ലാം കൂടുതലാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്ന ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം. എൻ്റെ ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞത് സ്റ്റാർ ആയിരുന്നു. സ്റ്റാർ തനി കൂതറയാണ്. നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോർട്ട് ചെയ്തിരിക്കും നല്ലത്. അത്രയും പണ്ട് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ തനി കൂതറയെന്ന് പറഞ്ഞാൽ തനി കൂതറയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഓൾറെഡി പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് HDFC തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസും HDFC തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓഫറിങ് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രീമിയം HDFCക്ക് കൂടുതലാണ്, അത് വേറെ കാര്യമായിട്ടാണ്.
അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് HDFC ERGO ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ട് സേഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി സ്ലൈസ് എന്ന് പറഞ്ഞ സംഭവം പണ്ടൊരു ഫിൻടെക് പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ അതിനിപ്പോൾ ആക്ച്വലി നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ലൈസ് എന്ന് പറഞ്ഞത് ഒരു ബാങ്കാണ്, ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നമ്മുടെ ഇസാഫ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം, പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. FD എമൗണ്ട് ഇട്ടാലും എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ട്. FDക്ക് ഓൾമോസ്റ്റ് 8% ഉണ്ട്, സേവിങ്സ് അക്കൗണ്ടിലാകുമ്പോൾ ഓൾമോസ്റ്റ് 5% ഉണ്ട്. നല്ല കൂടുതലാണ് ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനും FD ഇട്ടുണ്ടാകുന്ന നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തേലോ ഈ ചാനലിലോ ഈ ചാനലല്ല GHS ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റും കാണാനൊക്കെ വരും. സേഫ് ആണ്, അതിൽ വിശ്വാസം കാണുന്നില്ല. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോസ് ബൈ AI 4K എന്നൊരു ചാനൽ പോലെ തുടങ്ങിക്കുന്നതാണ്, ഒരു പേജ് പോലെയാണ്. അടുത്തത് നമുക്ക് ഒരു ടെക് വീഡിയോ തന്നെ എടുക്കാം. ഒറിജിനോയ്സിനെ കുറിച്ച് ഒരു വീഡിയോ എടുക്കാം. നമുക്ക് ഒറിജിനോയ്സ് X200 FEയിലും അതുപോലെ തന്നെ കുറേ X200 Pro സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാരെയും ഒറിജിനോയ്സിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇത് ആക്ച്വലി കമ്പനി തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരുടെ അപ്ഡേറ്റ് നമുക്ക് പുഷ് ചെയ്യുന്നത് കുറച്ച് ലാഗ് ആവാം. എസ്പെഷ്യലി നമ്മുടെ X300 സീരീസിന് ഇറങ്ങുന്നതിന് മുമ്പ് വരെ ചെറിയൊരു ലാഗ് ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, X300 സീരീസ് ലോഞ്ച് ആയതിനു ശേഷം നിങ്ങൾക്ക് വരും കേട്ടോ. പ്രത്യേകിച്ച് X200 എൻ്റെ X200 FE മോഡലിലും ഇതുവരെയായിട്ട് ഒറിജിനോയ്സ് 6 വന്നിട്ടില്ല. അപ്പോൾ വരും, ചെറിയൊരു ലാഗ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരാത്തത്. കുറച്ച് പേർക്ക് വന്നിട്ടുണ്ട്, വേറെ കാര്യം. എല്ലാവർക്കും വന്നിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാനലിൽ വന്ന കുറച്ച് കമൻറ്റ് എടുക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നെങ്ങനെ ഒരു ചാനൽ എടുക്കാം, ചാനലല്ല, ഒരു റിവ്യൂ എടുക്കാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി S24 അൾട്രയിൽ നമ്മുടെ ലേറ്റസ്റ്റ് നവംബർ അപ്ഡേറ്റ് ഇറങ്ങി, അതിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് അപ്ഡേറ്റ് ചെയ്യണോ, സേഫ് ആണോ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊരു S24 സീരീസ് യൂസർ ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. അതിലായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല S24 സീരീസുകൾക്കോ S25 സീരീസുകൾക്കോ. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സേഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് താഴെയുള്ള മോഡലുകൾക്കാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കൊക്കെ ശരിക്കും ബാറ്ററിയുടെ ഇഷ്യൂ ഒക്കെ ഞാൻ അതിൻ്റെ വീഡിയോ റിവ്യൂ ഇട്ടുണ്ടെന്ന് കാണാൻ പോയി കണ്ടുകൂടാ അതിൻ്റെ ഇതിൽ. പക്ഷേ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവമൊന്നും വരില്ല. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമൽ ജോഷി, അതുപോലെ തന്നെ PK ഗെയിമർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പ്രബിൻ ഒരാളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സെയിം ഓൾമോസ്റ്റ് കണ്ടന്റ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പച്ചവരനെ കുറിച്ചും പറയുന്നുണ്ട്, നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂൻ്റെ കാര്യം പറയണം. പിന്നെ വന്നേക്കുന്ന കമൻറ്റ് എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് വന്നേക്കുന്ന കമൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 1UI8 കുറിച്ചായിരുന്നു. അതും എനിക്ക് പറയാനുള്ളത് സിമിലർ തന്നെയാണ്. നിങ്ങളൊരു S24 സീരീസോ S25 സീരീസാണോ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1UI8 അപ്ഡേറ്റ് ധൈര്യമായിട്ട് ചെയ്യാം. ഇതിലിട്ടൊന്നും റിപ്പോർട്ടായിട്ടില്ല. അതിന് താഴെയുള്ള മോഡലുകളാണെങ്കിലാണ്, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് വാറൻ്റി ആണെങ്കിലാണ് നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വരില്ലെന്ന്. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് നമ്മുടെ Vivo X300 Proൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കിറ്റ് ലെൻസ് ഉണ്ടല്ലോ, നമ്മുടെ പണ്ട് അൾട്രേൻ്റെ കൂടെ ഇറങ്ങിയ കിറ്റ് ലെൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി അവർ നമ്മുടെ ഇനീഷ്യലി ഇൻട്രൊഡക്റ്റീവ് ഓഫർ പോലെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് പ്രീ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, പ്രീ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് ആ സൂം ലെൻസായിട്ട് വലിയ ഒരു പിടുത്തം തോന്നുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലൊന്നും അല്ല. അതിനായിട്ട് നിങ്ങളൊരു ക്യാമറ കൊണ്ടുനടക്കുക, ആ സാധനം കൊണ്ടുനടക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ്. പക്ഷേ ഫ്രീ ആയിട്ട് ഇടാണെങ്കിൽ കുഴപ്പമില്ല എന്ന് മാത്രം. ക്യാമറ കിറ്റ് കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സജീഷാണ് ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ഒരു OnePlus 15 വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് പോകാം. ഷിഹാൻ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് OnePlus 15 എടുക്കുന്നത് വെറുത്താണോ? നമ്മൾ IQ15 സമയത്ത് പറഞ്ഞ അതേ കമൻറ്റ് തന്നെ എനിക്കും പറയാനുള്ളത്. പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടിയിട്ടുണ്ട് OnePlus 13 ആയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഡൗൺഗ്രേഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഡിസൈൻ OnePlus 13 ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി OnePlus 13 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ സ്പെക്സും, ക്യാമറ സ്പെക്സ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടി ബെറ്റർ OnePlus 13 OnePlus 15 കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് OnePlus 15 തന്നെ പോകേണ്ടി വരും. പക്ഷേ പ്രൈസ് കൂടുതലാണ്.
പിന്നെ നമുക്ക് ഇനി ഒരു കമൻറ്റ് കൂടി നമുക്ക് എന്തായാലും എടുക്കാം. 2-3 പേര് ചോദിച്ചിട്ടുണ്ട് OnePlus 15 നമുക്ക് ഇ സിം സപ്പോർട്ട് ഉണ്ടോന്ന്. ഇ സിം സപ്പോർട്ട് ഉണ്ട് കേട്ടോ. OnePlus 15 OnePlus 13 എല്ലാത്തിലും ഇ സിം സപ്പോർട്ട് ഉണ്ടെന്ന്. OnePlus 13s ഉണ്ടായിരുന്നു. നമുക്ക് OnePlus 15 ഇ സിം സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കമൻറ്റാണ് നമ്മൾ എന്തായാലും ഈ സെക്ഷനിൽ എടുക്കുന്നത്. ഇനി വലിച്ചു കൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷനാണല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയും മതി വരിക. എന്തായാലും നമുക്ക് ഇതിനെ നോക്കിയിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൈസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്താലോ. അടിപൊളിയാണ്.